BTS Festa 2024 തുടക്കമായി. BTSന്റെ 11th ആനിവേഴ്സറിയോടൊപ്പം BTSന്റെ എൽഡസ്റ്റ് മെമ്പറായ ജിൻ മിലിറ്ററി സേവനമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നതിന്റെ ആഘോഷം കൂടിയായപ്പോൾ സിയോൾ നഗരം കവേർഡ് ബൈ പർപ്പിൾ. ഹായ് അമ്മി, ഞാൻ സെനോബിറ്റിസിന്റെ ഇന്ദുവാണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആർമി, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് BTSന്റെ 11th ആനിവേഴ്സറിയുടെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ വിശേഷമല്ല കേട്ടോ, സൗത്ത് കൊറിയയിലെ K-pop സിറ്റി ആയിട്ടുള്ള സിയോളിലെ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. പിന്നെ എന്റെ ഡെയിലി വ്യൂവേഴ്സ് ആയിട്ടുള്ള എന്റെ സ്വന്തം ആർമി ലൈക്ക് ചെയ്തോളുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. BTSന്റെ ഏത് വിശേഷപ്പെട്ട ദിവസവും ആയിക്കോട്ടെ, ആ ഒരു ദിവസം BTSന്റെ സ്വദേശമായിട്ടുള്ള സൗത്ത് കൊറിയയുടെ തലസ്ഥാനമായ സിയോൾ എന്ന K-pop സിറ്റിയിൽ മുഴുവനും പേർപ്പിൾ ഷെയ്ഡിൽ നിറയ്ക്കുക എന്നുള്ളതാണ് സൗത്ത് കൊറിയൻ ജനതയുടെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, മെയിൻലി ആർമിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ഇത്രയും കൊല്ലമായിട്ടും BTS ഹിറ്റായി തുടങ്ങി എത്രയും കൊല്ലമായിട്ടും ഇതേ രീതിയിൽ തന്നെ തുടർന്നു വരുന്നുണ്ട്. പർപ്പിൾ എന്ന നിറത്തിനും BTSനും ആർമിക്കും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യം ആർമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആർമി അവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കാൻ നിങ്ങൾക്കറിയാമോ? ഇത്തവണത്തെ BTSന്റെ ആനിവേഴ്സറി അഥവാ 11th ആനിവേഴ്സറിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. BTSലെ 7 മെമ്പേഴ്സും ഒരു സിംഗർ അഥവാ ഒരു ഡാൻസർ, അതല്ല ഒരു ആർട്ടിസ്റ്റ് ഓർ K-pop ഐഡൽ എന്നതിലുപരി സൗത്ത് കൊറിയൻ മിലിറ്ററിയിലെ ഒരു ജവാന്മാര് കൂടിയായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 7 പേരും ഒരുമിച്ച് മിലിറ്ററി സേവനം അനുഷ്ഠിക്കാൻ ചേരുക മാത്രമല്ല, അതിൽ നിന്നും ഒരാൾ തിരിച്ചു വരുന്നതുമായ ഒരു വർഷം കൂടിയാണ് 2024 എന്ന് പറയുന്നത്. വാർത്തകൾ എങ്ങനെയാണെന്നറിയാമോ? സൗത്ത് കൊറിയയുടെ സിയോൾ ഒരു പർപ്പിൾ ഓഷ്യൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വേറെ ആരുമല്ല, BTSന്റെ ആർമി. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന അറിയത്തില്ല, എല്ലാ കൊല്ലവും ഇതുപോലൊക്കെ തന്നെയാണ്. എന്നാൽ ഇക്കൊല്ലം ഇച്ചിരി കൂടുതൽ തന്നെയാണ് കേട്ടോ. പിന്നെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സൗത്ത് കൊറിയയിലെ പ്രത്യേകിച്ച് സിയോളിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളും അതുപോലെ പബ്ലിക് ഏരിയാസും ഉൾപ്പെടെ വെഹിക്കിൾസ് ഉൾപ്പെടെ പേർപ്പിൾ ആക്കും എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന്റെ പലയിടങ്ങളിലായി BTS ആർമി നടത്തിപ്പോകുന്ന പരിപാടികളെ കുറിച്ചൊക്കെ നിങ്ങളോട് ഞാൻ പറയണ്ട. ഇപ്രാവശ്യം ആനിവേഴ്സറിയോടനുബന്ധിച്ച് അതിന്റെ അളവ് കുറെ കൂടുതലാണെന്ന് തന്നെ വിചാരിച്ചോളൂ. BTSന് വേണ്ടിയിട്ട് ചാരിറ്റി പ്രോഗ്രാംസ്, ആനിവേഴ്സറി സെലിബ്രേഷൻസ്, എക്സിബിഷൻ, ലൈറ്റ് ഷോ, DJ, ഫോട്ടോ കോമ്പറ്റീഷൻ, എസ്സേ കോമ്പറ്റീഷൻ, മ്യൂസിക് കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷൻ, ചാരിറ്റി വർക്ക്സ്, ബർത്ത്ഡേ സെലിബ്രേഷൻ, അങ്ങനെ ഉൾപ്പെടെ ആർമിക്ക് എന്തൊക്കെ ചെയ്യാമോ മാക്സിമം. സിയോള് മാത്രമല്ല, ഇന്ത്യ മുതൽ അങ്ങ് ആഫ്രിക്ക വരെയുള്ള എല്ലാ രാജ്യത്തിലും BTS ആർമി സെലിബ്രേഷൻസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. വിവിധ തരത്തിലുള്ള കോമ്പറ്റീഷൻസും അതുപോലെ എക്സിബിഷനും കാര്യങ്ങളും എല്ലാം തന്നെയാണ് നടക്കുന്നത്. ഇത് മാത്രമല്ല, ആമസോൺ പോലെയുള്ള ഇന്റർനാഷണൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം വൻ സെയിലുകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടോ? അറിയുമെങ്കിൽ നേരെ പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഏജൻസി മെയ് 31 കൂടി തന്നെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ആർമി എല്ലാം കൂടി അങ്ങ് പങ്കു ചേർന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർമി, നിങ്ങൾക്ക് ആഗ്രഹമില്ല എൻജോയ് ചെയ്യാൻ? അത് പറഞ്ഞു വരുമ്പം ചിലർക്ക് വിഷമാകും എന്നെനിക്ക് നന്നായിട്ടറിയാം. എനിക്കും വിഷമമുണ്ട്, പക്ഷേ പറയാതെ പറ്റില്ല. എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, വിഷമിക്കരുത്. എല്ലാവർക്കും ഒരേ സിറ്റുവേഷനോ സാഹചര്യമോ ആയിരിക്കില്ല. സിയോളിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന സമ്പന്നരായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനൊത്ത സാഹചര്യമുള്ളതോ ആയിട്ടുള്ള ആർമീസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മളും ആർമീസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടുകയോ നിങ്ങളുടെ സാഹചര്യങ്ങളെ പഴിക്കുകയോ കുറ്റം പറയുകയോ ഇതിന്റെ പേരിൽ നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നുകയോ പേരൻസിനെ ഇറിറ്റേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു BTS ആർമി ഓർ നല്ലൊരു പേഴ്സണാലിറ്റി ആകാം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അപ്പോൾ വിദേശത്ത് സിയോളിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ആർമി ഓർത്ത് നമ്മൾ ജലസടിക്കൊന്നും വേണ്ട കേട്ടോ. അവരത്രയും പേരെങ്കിലും അവിടെ ചെല്ലുന്നില്ലേ, അവരുടെ പവർ അവിടെ കാണിക്കുന്നില്ലേ എന്ന് തന്നെ ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും വലിയ സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ആർമി ഒന്നും വിഷമിക്കേണ്ട, ഒരിക്കൽ നിങ്ങൾക്കും ഒരു ദിവസം വരും. You will be go there, you will be reach there, you will be enjoy there, you must be enjoy there. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സിയോളിൽ പോയിരിക്കും. നിങ്ങൾ അത്ര സിൻസിയർ ആയിട്ടുള്ള ആർമി ആണെങ്കിൽ BTSനെ കണ്ടിരിക്കും. എല്ലാവർക്കും എവറി ഡോഗ് ഹാസ് എ ഡേ എന്നല്ലേ. ഞാൻ നിങ്ങളെ ഡോഗായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, കമ്പയർ ചെയ്താലും കുഴപ്പമില്ല. ഡോഗ് നല്ലൊരു ആനിമലാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം വരുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതിനെയൊന്നും ഓർത്ത് എൻ്റെ കുട്ടി ആർമീസ് ഒന്നും വിഷമിക്കേണ്ട, നമുക്കും ഒരു ദിവസം പോകാം.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം ഞാൻ പറയാൻ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പർപ്പിൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പ് ഒരു ചാരിറ്റി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ട്. അതായത് 20 rupees ഫോർ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും 20 രൂപ മാത്രം ഞങ്ങൾക്കായിട്ട് തരിക. അതിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം, ഗൂഗിൾ പേ നമ്പറും ഞാൻ കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു 20 rupees നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ മതി. എനിക്കറിയാം നിങ്ങളുടെ അടുത്ത് ഇത്ര തുക എന്ന് പറഞ്ഞ് ഒരിക്കലും മേടിക്കാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന തുക എനിക്ക് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും. 20 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അത്ര വലിയ തുകയൊന്നും അല്ല, ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ആണ്. ഇതിൽ കൂടുതൽ തന്ന് സഹായിക്കാൻ കഴിയുന്നവരാണ് ചെയ്യുക, ഞങ്ങൾ നിർബന്ധിക്കില്ല. പിന്നെ നിങ്ങളത് അയച്ചു തരുന്നതിൻ്റെ ഡീറ്റെയിൽസ് പ്രൂഫും എല്ലാം ഉണ്ട്. 1 രൂപ പോലും നമ്മൾ മറ്റൊരിടത്തേക്ക് മറ്റൊരു ആവശ്യങ്ങൾക്കായിട്ട് ചിലവാക്കുകയില്ല. നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ ചാരിറ്റിയുടെ പാർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും സ്ക്രീൻഷോട്ടും കൂടെ ഞങ്ങൾക്ക് ആ പൈസയ്ക്കൊപ്പം അയച്ചു തരിക. പിന്നെ ഇതിനോടൊപ്പം തന്നെ ആനിവേഴ്സറിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഫോട്ടോ കോമ്പറ്റീഷൻ്റെ ഫോട്ടോസ് നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടും ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്, അത് ജിന്നപ്പയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു എഡിറ്റിംഗ് കോമ്പറ്റീഷനാണ്, വീഡിയോ എഡിറ്റിംഗ് കോമ്പറ്റീഷൻ. അതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുകയാണ്. അപ്പോൾ ഓൺലൈനിൽ ആക്റ്റീവ് ആകണം എന്ന് ഞാൻ പറയില്ല എപ്പോഴും, എന്നാലും അപ്ഡേറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുക. എന്തെല്ലാം ആഘോഷങ്ങളാണ് ഓൺലൈനിലുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മല്ലു ആർമി ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ ഫോണിലൂടെ നമ്മൾ BTSന്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വൈറ്റിലെ വെച്ച് നടക്കാൻ പോകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ ആനിവേഴ്സറി പ്രോഗ്രാം, അതിന് വരാൻ പോകുന്ന എല്ലാ ആർമിക്കും വെൽക്കം. ആൻഡ് ഞാൻ നിങ്ങളുടെ ഒപ്പം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. സറാങ്ങിയോ, ബൈ.